ഡോക്ടർ സി എൻ മനോജ്, താങ്കൾ ഒരു മാലിന്യ സംസ്കരണ വിദഗ്ധൻ എന്ന നിലയ്ക്ക് കൂടിയാണ് ഇപ്പോൾ, അതിലപ്പുറം താങ്കളുടെ വ്യക്തിത്വം ഉണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ്, ഈ ഘട്ടത്തിൽ ജോയി എന്ന ഈ തൊഴിലാളിയുടെ രക്തം നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളുടെ മാലിന്യ സംസ്കരണ രീതികൾ ശരിയാണോ, അത് പരിഷ്കരിക്കേണ്ടതില്ലേ എന്ന് എനിക്ക് സത്യത്തിൽ തോന്നുകയാണ്. ആരാണ് കുറ്റവാളി, എവിടെയാണ് പിഴച്ചത് എന്നൊക്കെ തീർച്ചയായും ആരോഗ്യകരമായ രീതിയിൽ സമൂഹം ചർച്ച ചെയ്യണം. ഒപ്പം എങ്ങനെ ഇത് പരിഷ്കരിക്കണം എന്നുകൂടി ചർച്ച ചെയ്യണം. നമ്മുടെ നാട്ടിൽ വളരെ വ്യക്തമായ നിയമങ്ങൾ ഭാഗ്യവശാൽ ഉള്ളൊരു രാജ്യമാണ് നമ്മുടേത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഏത് തരത്തിൽ എന്തൊക്കെ സുരക്ഷ സ്വീകരിച്ചുകൊണ്ട് തൊഴിൽ ചെയ്യണം എന്ന നിയമമുണ്ട്. ഫാക്ടറി തൊഴിലാളികൾ എങ്ങനെ തൊഴിൽ ചെയ്യണം എന്ന നിയമമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മലിനീകരണ നിർമ്മാർജ്ജന മേഖലയിലെ തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള നിയമങ്ങളൊന്നും നിർഭാഗ്യവശാൽ ഈ മഹാരാജ്യത്തിൽ ഇല്ല എന്നതാണ്. ഈ തൊഴിലാളികൾ, ഞാൻ ഇതിൻ്റെ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ, വേണ്ടത്ര മിനിമം സുരക്ഷാ സംവിധാനം പോലുമില്ലാതെ ആണ് അവിടെ ഈ ചെളിയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നത്, മുങ്ങിപ്പോകേണ്ടി വന്നത്. ഈ എന്തൊക്കെയാണ് മാലിന്യ സംസ്കരണ മേഖല അനുശാസിക്കുന്നത്, ആ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ധാർമ്മികത അനുശാസിക്കുന്നത്, ആ നടപടിക്രമങ്ങൾ നമ്മൾ പിന്തുടരേണ്ടതില്ലേ? കൂടുതൽ നല്ല ഒരു മാലിന്യ സംസ്കരണ രീതിയിലേക്ക്, ആരോഗ്യകരമായ മാലിന്യ സംസ്കരണ രീതിയിലേക്ക് പോകൂ എന്നല്ലേ ജോയിയുടെ രക്തം നമ്മളോട് വിളിച്ചു പറയുന്നത്? ഡോക്ടർ മനോജ്. ആദ്യമേ തന്നെ ഈ അവസരത്തിൽ ശ്രീ ജോയിയുടെ മരണത്തിൽ വളരെ അഗാധമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തുകയാണ്. വളരെ വിഷമമുണ്ട്. ഇങ്ങനത്തെ ഒരു ദാരുണമായിട്ടുള്ള ഒരു മരണം വേണ്ടി വന്നു. ഇങ്ങനത്തെ ഒരു പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കാൻ. ഞാൻ ഈ വീണ്ടും കുത്തിപ്പൊക്കാന്ന് പറയാൻ കാരണം, ഈ പാനലിലിരിക്കുന്ന ടി സി രാജേഷ് ഉൾപ്പെടെയുള്ള വളരെ വലിയൊരു സംഘം 2015-16 തൊട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിൽ ഞങ്ങളൊക്കെ ഒത്തിരി പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പണിയെടുത്തപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരു ബാലികേറാമലയായിരുന്നു ഈ റെയിൽവേയുടെ ഒരു സ്ഥലം. അവിടെ പല ഇടപെടലുകളും ഞങ്ങൾ പലപ്പോഴായിട്ട് നടത്തിയിട്ടും അങ്ങോട്ടേക്ക് കയറാനോ അവിടുത്തെ കാര്യങ്ങളിൽ നമുക്കൊരു അഭിപ്രായം പറയാനോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ അവസരത്തിൽ നമുക്ക് ആദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, അപ്പം അതൊന്ന് വിശദമാക്കി പോകേണ്ടതുണ്ട്. ഈ സമൂഹം അത് അറിയേണ്ടതുണ്ട്. നിങ്ങൾ വിദഗ്ധർ എന്ന നിലയ്ക്ക്, പൊതുജന സേവകർ എന്ന നിലയ്ക്ക് നല്ല ഉദ്ദേശത്തോടു കൂടി, സതുദ്ദേശത്തോടു കൂടി റെയിൽവേയെ ഏത് കാര്യത്തിനാണ് കൃത്യമായി സമീപിച്ചത്? എന്ത് ചെയ്യുന്നതിൽ നിന്നാണ് അവർ നിങ്ങളെ തടഞ്ഞത്? ഡോക്ടർ മനോജ്. തടയേണ്ട ആവശ്യമില്ലല്ലോ, സഹകരിക്കാതിരുന്നാൽ മതിയല്ലോ. എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ ഈ അവസരത്തിൽ പറയാനുണ്ട്. അപ്പൊ ആദ്യമേ അതിന്റെ ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പൊല്യൂട്ടറാണ് റെയിൽവേ. ആയിരക്കണക്കിന് കിലോമീറ്റർ പരന്ന് കിടക്കുന്ന ഈ റെയിൽവേക്ക് എന്ത് വേണമെങ്കിലും അവർ റെയിൽ പാളത്തിലേക്ക് ഇടാം, വെള്ളത്തിലേക്ക് ഇടാം, തൊട്ടിലേക്ക് ഇടാം, ചോദിക്കാനും പറയാനും ആരുമില്ല. അതിന് നല്ല 1-2 ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഞങ്ങള് ഹരിതസഹായ സ്ഥാപനം എന്ന രീതിയിൽ ഞങ്ങള് വർക്കല മുനിസിപ്പാലിറ്റി, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവിടുത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഈ പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾ അവിടെ ഇടപെട്ടിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി വഴി ഇടപെട്ടിട്ടുണ്ട്. വർക്കല മുനിസിപ്പാലിറ്റിയിലൊക്കെ കുറച്ച് സഹകരണം ലഭിച്ചു, അറ്റ്ലീസ്റ്റ് അകത്തേക്ക് കയറാൻ പറ്റി. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് ഫോഴ്സ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഇടപെടുത്തേണ്ടി വന്നു. പക്ഷെ നല്ലൊരു ഉദാഹരണം തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനാണ്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ നിലനിൽക്കുന്നത് ഒരു പാടത്തിന്റെ സൈഡിലാണ്. കംപ്ലീറ്റ് വേസ്റ്റ് ഈ പാടത്ത് ഇപ്പോഴും അതെ, ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് പോയി കാണാം. കംപ്ലീറ്റ് വേസ്റ്റ് ആ പാടത്തിലേക്കാണ് ഇടുന്നത്. പലപ്പോഴായിട്ട് സെക്രട്ടറി വഴി നമ്മൾ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ നിസ്സംഗമായിട്ടുള്ള ഒരു നടപടിയാണ്. അപ്പൊ ഈ നിസ്സംഗമായിട്ടുള്ള നടപടിയാണ് തടസ്സം. അതില് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പോകേണ്ട അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞ അടുത്ത നടപടികളിലേക്ക് പോകേണ്ട ഒരു സമയമായി. അതിനകത്ത് ഏറ്റവും വലിയൊരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്, റെയിൽവേ ഒരു വാണിജ്യ സ്ഥാപനമാണ്. എല്ലാ വാണിജ്യ സ്ഥാപനങ്ങൾക്കും നമ്മുടെ നിയമങ്ങൾ അനുശാസിക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമങ്ങൾ, എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസേഴ്സ് EPR എന്ന് പറയുന്ന നിയമങ്ങളൊക്കെ ബാധകമാണ്. അവരുണ്ടാക്കുന്ന വേസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ്, ആമേഴഞ്ചാം തോടിലേക്ക് വേസ്റ്റ് എത്തിയത് തന്നെ നിയമവിരുദ്ധമാണ്. അതിപ്പോ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, അത് നിയമവിരുദ്ധമാണ്. അപ്പൊ സാധാരണ രീതിയിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു വേസ്റ്റ് വരുമ്പോൾ
IRCTC എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണല്ലോ റെയിൽവേയുടെ മുഖ്യമായിട്ടുള്ള വാണിജ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. IRCTCയുടെ ഒരു മേജർ റെസ്പോൺസിബിലിറ്റിയാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുക. ഏത് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് പോലെ, ഏത് വാണിജ്യ സംവിധാനങ്ങൾ പോലെ ഈ മാലിന്യം എടുത്ത് മാറ്റേണ്ട ഒരു ഉത്തരവാദിത്വം IRCTCക്ക് ഉണ്ട്. അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എടുക്കാനുള്ള അധികാരമുണ്ട്. അത് കൃത്യമായിട്ട് നമുക്കിവിടെ പറഞ്ഞു പോകണം. എല്ലാ മുനിസിപ്പാലിറ്റിക്കും എല്ലാ പഞ്ചായത്തിനും അവരുടെ 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 പരിധിക്കകത്തൂടെ പോകുന്ന ഒരു വാണിജ്യ അവരുടെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എനി കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ അവർക്ക് അഗെയിൻസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി. താങ്കൾ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് ജനങ്ങൾക്ക് നൽകിയ ഒരു വാർത്ത അതിൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യ മലയാണ്, മാലിന്യ നിരയാണ്. അതൊന്ന് മാറ്റൂ എന്ന് പറഞ്ഞ് 3 നോട്ടീസ് നഗരസഭ കൊച്ചുവേളിയിലെ റെയിൽവേ സ്റ്റേഷൻ അധികാരികൾക്ക് കൊടുത്തു. അതെല്ലാം അവഗണിച്ചു. അവസാനം പ്രോസിക്യൂഷൻ നോട്ടീസ്, ഇനി നിയമ നടപടി സ്വീകരിക്കും എന്ന നോട്ടീസ് മെയ് മാസത്തിൽ കൊടുത്തു. അവർ അനങ്ങാതിരിക്കുകയാണ്. ഒരു കേന്ദ്ര സ്ഥാപനമാണ്, ഒരു ദേശീയ സ്ഥാപനമാണ്, ഒരു മഹാസ്ഥാപനമാണ് എന്ന അഹങ്കാരത്തോടു കൂടി ഒരു നഗരസഭയോട് പെരുമാറുന്നു, ജനപ്രതിനിധി സഭയോട് പെരുമാറുന്നു. ഇവിടുത്തെ നഗരഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നു. ഇത്തരത്തിൽ ഇരിക്കുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ രക്തത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാനാവണമല്ലോ. അങ്ങനെ ഇരിക്കാൻ റെയിൽവേ ആണെങ്കിൽ പോലും അവരെ അനുവദിക്കാമോ? അവർക്കെതിരെ എന്ത് നടപടി എടുക്കാൻ കഴിയും? അവർക്കെതിരെ നിയമ നടപടി മാത്രമാണോ, അതോ ബഹുജന നടപടികൾ കൂടി, ജനകീയമായ ഡെമോക്രസി അനുശാസിക്കുന്ന ജനകീയ നടപടികൾ കൂടി എടുക്കേണ്ടതില്ലേ? ആ ദുരധികാരികളെ, ആ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളെ തലകുനിപ്പിക്കേണ്ടതില്ലേ ജനകീയ ഇച്ഛയ്ക്ക് മുന്നിൽ, കേരളത്തിൻ്റെ താല്പര്യത്തിന് മുന്നിൽ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും വേണം. കാരണം ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കേരളത്തിന്റെ ബൗണ്ടറി വിട്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. അത് ഞാനൊരു ഡിഫറൻസിയേഷൻ പറയുകയല്ല. ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിയുടെ നാം മുന്നോട്ട് എന്നൊരു പരിപാടിയിൽ ഇതേ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഉന്നയിച്ചതാണ്. മാലിന്യ സംസ്കരണത്തിൽ കേരളം ഇന്ത്യയുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാളും ഒരു 30 വർഷം മുമ്പിലാണ്. 30 വർഷം. ഞാനിപ്പം കർണാടകയിലും തമിഴ്നാട്ടിലും ഡൽഹിയിലും UP-യിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ 30 വർഷം മുമ്പ് ചെയ്തു കഴിഞ്ഞു. അപ്പോ എന്താണ് പ്രശ്നം വെച്ചാൽ, റെയിൽവേക്ക് ഇപ്പൊ കിട്ടുന്ന ഈ ഒരു എക്സ്പീരിയൻസ്, കേരളത്തിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ശരിക്കും അവർക്ക് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങും ഇല്ല. അപ്പൊ ഈ ഇവിടെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രത്തെ ഹൂവർ ഇറ്റ് ഈസ് എ കൺസേൺഡ് ഓഫീസർ, ഹി മേ ബി എ നോർത്ത് ഇന്ത്യൻ അല്ലെ, മിക്കവാറും ഒരു നോർത്ത് ഓഫ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള എന്നുള്ള ഉദ്യോഗസ്ഥനായിരിക്കാം. അദ്ദേഹം ചിലപ്പോൾ വണ്ടർ അടിക്കുന്നുണ്ടാവും, വാട്ട് ഈസ് ഹാപ്പനിങ്. ഇങ്ങനത്തെ ഒരു നോട്ടീസ്, കുറച്ച് വേസ്റ്റ് അവിടെ കിടക്കുന്ന ആൾക്കാർ എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും. ഇതൊരു കൾച്ചർ ഷോക്കാണ് ശരിക്കും. അപ്പൊ കൾച്ചർ ഷോക്കിനകത്ത് സംസാരിക്കുമ്പോൾ നേരത്തെ ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞൊരു ഉത്തരവാദിത്വം, നമ്മളൊരു സ്റ്റാൻഡേർഡ് ജനറേറ്റ് ചെയ്യാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു പ്രക്ഷോഭം മുമ്പോട്ട് കൊണ്ടുപോകണം, വളരെ അഗ്രസീവായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം. ബാക്കിയുള്ള രാജ്യം കാണണം ഇതാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. മാലിന്യ സംസ്കരണത്തിന്റെയും പ്രകൃതി സംരക്ഷണത്തിന്റെ സ്റ്റാൻഡേർഡ് ഇതാണ്. ഇതൊരു യൂറോപ്യൻ സ്റ്റാൻഡേർഡാണിത്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഇങ്ങനത്തെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു മാലിന്യ പ്രശ്നത്തിനകത്ത് ഇത്രയും വലിയ റിയാക്ഷൻ. ഇതാണ് കേരളത്തിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബെനിഫിറ്റ്. നമ്മുടെ ഈ സംസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പുരോഗമനം ജനങ്ങളിലുള്ള ഈ ഒരു വികാരമാണ്. നമ്മളെങ്ങനെ വിട്ടുകൊടുക്കൂല ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൊച്ചുവേളിയിൽ ഈ മാലിന്യകുമാരൻ കിടക്കുന്നു. അവിടെ പ്രോസിക്യൂഷൻ നടപടി ഇഷ്ടംപോലെ നിയമവശങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് നോട്ടീസ്, പ്രോസിക്യൂഷൻ ഇൻക്ലൂഡിങ് അവിടുത്തെ ഫെസിലിറ്റി സ്റ്റോപ്പ് ചെയ്യാനുള്ള നോട്ടീസ് കൊടുക്കുക, ഇങ്ങനത്തെ ഇഷ്ടംപോലെ ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ മനോജ്, താങ്കൾ ചൂണ്ടിക്കാണിച്ചത് വളരെ സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. ഒരു പക്ഷേ കക്ഷി രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് നമ്മുടെ സമൂഹം പലപ്പോഴും ശ്രദ്ധിക്കാൻ മടിക്കുന്ന കാര്യങ്ങൾ, ചർച്ച ചെയ്യാൻ ഇടവരുത്താതെ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ. കക്ഷി രാഷ്ട്രീയം ആവശ്യമാണ്, രാഷ്ട്രീയമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ചാലകശക്തി. ഒപ്പം തന്നെ നമ്മൾ രാഷ്ട്രീയ അതീതമായി ഇതൊക്കെ നോക്കിക്കാണേണ്ടതുണ്ട്. കേരളം ഒരു മാതൃക
പല കാര്യത്തിലും സൃഷ്ടിക്കുന്നു എന്ന് പറയാറുണ്ട്. കേരളത്തിൻ്റെ ഒരു ബദലായി ഈ മാലിന്യ സംസ്കരണ പരിപാടി അത് പുത്തൻ ആക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്.